ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിരിക്കായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് പെട്ടെന്നൊരു വയറുവേദന വരെയാണ്. അങ്ങനെ വർഷയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ വർഷ അവിടെ പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ, ഇന്ന് ഞാൻ ലീവ് എടുക്കുകയാണ്, എനിക്ക് നല്ല സുഖമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അവിടെ സാറ് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോകണോ, ഞാൻ വേണമെങ്കിൽ കൊണ്ടുപോകാം, എന്ത് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിൽ ചെന്ന് ഞാൻ റെസ്റ്റ് എടുത്തോളാം, ഞാൻ പോവുകയാണ്, അപ്പോൾ ശ്രീകാന്തിനെ വിളിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട സർ, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങനെ തിരികെ വരികയാണ്. നേരെ വർഷ ചെല്ലുന്നത് റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ വർഷേനെ അവിടെ വെച്ച് കാണുമ്പോൾ പെട്ടെന്ന് ശ്രീകാന്ത് എന്താ നോക്കുകയാണ് കേട്ടോ, നീ രാവിലെ സ്റ്റുഡിയോയിലേക്ക് പോയതില്ലേ, പിന്നെന്താ ഇങ്ങോട്ടേക്ക് വന്നേ, എന്ത് പറ്റി നിനക്ക്, നിൻ്റെ മുഖം എന്താ വാടിയിരിക്കണേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അത് പിന്നെ ശ്രീകാന്ത് ഏട്ടാ, എനിക്ക് നല്ല വയറുവേദനയുണ്ട്, അതാ ഞാൻ ഇങ്ങനെ വന്നത്, എനിക്ക് അവിടെ നിന്നിട്ട് അങ്ങ് ആകെ വല്ലായിക, ഹോസ്പിറ്റലിൽ വല്ലതും പോകണോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീട്ടിൽ ചെന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയും കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതങ്ങ് മാറിക്കോളുമായിരിക്കും, ഗ്യാസ് കയറിയത് വല്ലതും ആയിരിക്കും, രാവിലെ ഫുഡൊന്നും കഴിച്ചത് ശരിയായില്ല, അതിൻ്റെ വല്ലതും ആയിരിക്കും, എങ്കിലേ നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ കൊണ്ടാക്കണോ, കൊണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ശ്രീകാന്ത് വരുമോ വീട്ടിലേക്ക്, ഇപ്പോൾ വരാനോ, നീ എന്തായി പറയണത്, ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, അതുമല്ല ഇത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ, ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, ഇപ്പോൾ എൻ്റെ അസാന്നിധ്യമാണെങ്കിൽ ഇവിടെ പറ്റില്ല, അതുകൊണ്ടല്ലേ നീ ഒന്ന് പോയിക്കോ, നിന്നെ വേണം ഞാൻ കൊണ്ടാക്കി തരാം, പക്ഷേ അതിന് പോലും എനിക്കിപ്പോൾ സമയമില്ല, എന്നാലും സാരമില്ല, നിനക്ക് വയ്യാഞ്ഞുകൊണ്ടല്ലേ എന്ന് ഓർത്തിട്ടാ എന്ന് പറയുമ്പോഴത്തേനും എങ്കിൽ സാരമില്ല, പിന്നെ അവിടെ രേവതി ഏട്ടത്തി ഉണ്ടല്ലോ, ഏട്ടത്തി മാത്രം മതി, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തും വെച്ചും ഒക്കെ തരും, ഞാൻ വേണമെങ്കിൽ വിളിച്ച് പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയാണെങ്കിൽ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെല്ലുന്ന വർഷയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി എനിക്ക് നല്ല വയറുവേദനയുണ്ട്, ഹോസ്പിറ്റലിൽ പോകാമെന്ന് ശ്രീകാന്ത് പറഞ്ഞാണ്, പിന്നെ ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഏട്ടത്തിയുടെ കയ്യിൽ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് മോള് രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ, ചിലപ്പോൾ ഗ്യാസ് കയറിയതായിരിക്കും, ആണെന്ന് തോന്നുന്നു, എങ്കിൽ സാരിയില്ല, അയ്മോദകം ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇച്ചിരി അയ്മോദക വെള്ളം തരാം, അത് കുടിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അങ്ങ് മാറിക്കോളും, ശരി ഏട്ടത്തി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ അയ്മോദകമൊക്കെ ആയിട്ട് വരികയാണ്. അങ്ങനെ ആ വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മണത്ത് നോക്കുമ്പോൾ ഏട്ടത്തി നല്ല സ്മെല്ലുണ്ടല്ലോ, ഇതെങ്ങനെ കുടിക്കും, സ്മെല്ലുണ്ടെങ്കിൽ കുടിക്കുമ്പോൾ നല്ല ആശ്വാസമായിരിക്കും, വയറിന് നല്ല സുഖം കിട്ടും, നീ ഒന്ന് കണ്ണടച്ചും കുടിച്ച് വിട്ടേ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഇങ്ങനെ കുടിക്കാൻ കേട്ടോ. കുടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറഞ്ഞിട്ടുണ്ട്, എന്താടി നീ ഇവർക്ക് കലക്കി കൊടുത്തത്, എൻ്റെ മോളെ നീ എന്ത് ചെയ്തിരി എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ പെട്ടെന്ന് വർഷ പറയുന്നുണ്ട്, എൻ്റെ അമ്മേ എനിക്കൊന്നും കലക്കി തന്നൊന്നും അല്ല, എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഏട്ടത്തി എനിക്ക് കുറച്ച് എന്തോ മരുന്ന് വെള്ളം തന്നതാ. മരുന്ന് വെള്ളം? എന്ത് മരുന്ന് വെള്ളം? അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ അമ്മേ അത് മരുന്ന് വെള്ളമൊന്നും അല്ല, ഇച്ചിരി അയ്മോദം ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊടുത്തത്, എനിക്ക് വയറുവേദനയൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നത്, നിൻ്റെ അമ്മ ഇങ്ങനെ തന്നെന്നും പറഞ്ഞിട്ട് മോൾക്ക് അങ്ങനെ കൊടുത്തു, മോളുടെ വയറ് കേടാക്കാനാണോ, മോളിങ്ങി വന്നേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. വേണ്ടമ്മേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ശ്രീകാന്തും ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആദ്യം പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഏട്ടത്തി എന്തെങ്കിലും മരുന്ന് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാ എന്നൊക്കെ പറയാൻ കേട്ടോ. ഉടനെ നമ്മുടെ വർഷം പറഞ്ഞിട്ട്, സാരിയില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്ന് റെസ്റ്റ് എടുത്താൽ തീരാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വർഷയുടെ ഫോണ് കാണുന്നില്ലേ, അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ശ്രുതിയുടെ ഫോണ് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരിക്കെ. അങ്ങനെ ആ ഫോൺ ഇങ്ങനെ എടുത്തിട്ട് വർഷയുടെ നമ്പർ ഡയൽ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് അതിലേക്കൊരു കോള് പറഞ്ഞത്, അമ്മ എന്ന് പറഞ്ഞ് സേവ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ശ്രുതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിയുമ്പോഴത്തേനും കൈ തട്ടിയത് എടുക്കുകയാണ്, കൈ തട്ടിയത് കോളാവുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഹലോ എന്ന് വെക്കുമ്പോൾ തന്നെ, മോളെ നീ എന്താ വിളിക്കാത്തത്, 2 ദിവസമായില്ലേ നീ വിളിച്ചിട്ട്, അമ്മയാണെങ്കിൽ ആകെ പേടിച്ചു പോയി, ഇവിടെയാണ് ഈ മോൻ നിന്നെ കാണാതെ വല്ലാതെ വഴക്കാണ് കല്യാണി, നീ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഓടി വന്നിട്ട് അങ്ങ് പോ, അല്ലാതെ ഇതൊന്നും നടക്കും തോന്നുന്നില്ല, മോനാണെങ്കിൽ നിന്നെ കാണാതെ ഏത് സമയം അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, നിന്നെ കാണാതെ ആകെ മോൻ വിഷമിച്ചിരിക്കുകയാണ് കല്യാണി, അതുകൊണ്ട് ഇനി നീ വൈകില്ല കേട്ടോ, നീ വേഗം ഇങ്ങോട്ട് വന്നേ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇങ്ങനെയൊന്നും കാണിക്കില്ല, എൻ്റെ മനസ്സിൽ തീയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ സങ്കടങ്ങളൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഒന്നും പറയാനാവാതെ ആകെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ നമ്മുടെ വർഷ. എന്തൊക്കെ ഇവർ ഈ പറഞ്ഞത്, അമ്മ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്, ഒരു മോൻ്റെ കാര്യം പറയുന്നുണ്ട്, കല്യാണി എന്ന് വിളിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ നടക്കണേ, ഇനി എന്നിട്ട് പെട്ടെന്നിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് വർഷം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതെന്താ ഇനി ശ്രുതി എന്നല്ലേ ഇവരുടെ പേര്, അപ്പോൾ ഇനി ഇവർ ഇങ്ങനെ കള്ളം പറഞ്ഞാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. എന്തായാലും ഇവർ ചോദിക്കാനോ പറയാനൊന്നും പോകണ്ട, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ വർഷയുടെ ഫോണിലേക്ക് ബെല്ല് വരികയാണേ. ഉടനെ തന്നെ രേവതി പറഞ്ഞിട്ട്, വർഷേ മോളെ നിൻ്റെ ഫോൺ നിലത്ത് കിടക്കണു, ഇത് കോള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോണ് കാണാതെ തപ്പുമായിരുന്നു ഏട്ടതി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ മേടിക്കാൻ കേട്ടോ.
അപ്പോൾ ശ്രുതി ഇതൊന്നും അറിയുന്നുണ്ടാവില്ലായിരിക്കും കേട്ടോ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പിന്നീട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ വർഷമാണെങ്കിൽ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോഴായിരിക്കും മുഖം മൊത്തം ടാൻ അടിച്ചിട്ടുണ്ടല്ലോ, ഇതെന്താ സംഭവം, ഒന്ന് പാർലറിൽ പോയിട്ട് ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യണം, അല്ലാതെ മുഖം മൊത്തം ഡള്ളായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ടല്ലോ പാർലർ മുതലാളി, നിനക്ക് ശ്രുതിയേട്ടത്തിൻ്റെ പാർലറിൽ പോയി എല്ലാം ടച്ചപ്പ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഇന്നെന്തായാലും സ്റ്റുഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പാർലറിൽ കയറണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ പാർലറിലേക്ക് പോകുകയാണ്. ആ സമയത്ത് കമലാമ്മയാണെങ്കിൽ ശ്രുതി ഒന്നും പറയാതെ ഫോൺ വെച്ചത് കൊണ്ടും മകനാണെങ്കിൽ വല്ലാതെ വഴക്കടിക്കുന്നത് കൊണ്ടും നമ്മുടെ ശ്രുതിയെ കാണാനായിട്ട് അവിടെ പാർലറിൽ എത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മേനെ കാണുമ്പോഴത്തേക്കിനും ഓടി വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താ അമ്മ ഇത് ഇങ്ങോട്ട് വന്നത്, അമ്മയോട് ഞാൻ പല പ്രശ്നം പറഞ്ഞിട്ടില്ല ഇങ്ങോട്ടേക്കൊന്നും വരല്ലെന്ന്, അബദ്ധം വെച്ചാൽ ആരെങ്കിലും ഒന്ന് വരുമോ, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുകയൊക്കെ ചെയ്താൽ പിന്നെ എന്താ ഒരു അവസ്ഥ, അത് പിന്നെ മോളെ ഞാൻ ഇന്നലെ വിളിച്ച് കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് നീ വെച്ചില്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്നലെ വിളിച്ചെന്നോ, എപ്പോൾ വിളിച്ചു, ഞാൻ ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ആകാറായപ്പോൾ നിന്നെ വിളിച്ചല്ലോ, നീ ഫോൺ അറ്റൻഡ് ചെയ്തതാണല്ലോ, ഫോൺ അറ്റൻഡ് ചെയ്തെന്നോ, അമ്മ എന്താ ഈ പറയുന്നത്, ഞാൻ ഇന്നലെ ഫോൺ ചാർജ് ഇല്ലാഞ്ഞിട്ട് ചാർജ് കയറ്റാൻ വെച്ചിട്ടാണ് ഞാനിത് പുറത്തൊക്കെ പോയായിരുന്നു, ഇനി ആ സമയത്ത് വല്ലതും ആരെങ്കിലും എടുത്താണോ, അയ്യോ എൻ്റെ മോളെ എനിക്ക് നീ ഹലോ എന്ന് വെച്ചതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഇനി ആരായിരിക്കും മോളെ എന്നൊക്കെ, ആരാണോ, ഇനി ആ രേവതി വല്ലതും ആണെന്ന് തോന്നുന്നു, അവളെ ഇങ്ങനത്തെ ചീപ്പ് പരിപാടിയൊക്കെ കാണിക്കുകയുള്ളൂ, എൻ്റെ ഈശ്വര, എന്നാൽ അമ്മ സംസാരിക്കുന്നത് കേട്ടിട്ട് അതിനെക്കുറിച്ച് എന്നോടൊന്നും ചോദിച്ചുമില്ല, ഇനി അവസാന നിമിഷം മോൻ പറയുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയാനിരിക്കുകയാണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കായിരിക്കും കേട്ടോ വർഷ. അങ്ങനെ വർഷ ഇങ്ങനെ കല്യാണി എന്നായിരിക്കുമല്ലോ നമ്മൾ വിളിക്കണത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട്, അയ്യോ അപ്പോൾ ഇവരുടെ പേര് കല്യാണി എന്നല്ലേ, ഇന്നലെ വിളിച്ച സ്ത്രീ ഇവരായിരുന്നു, ഇത് അമ്മയാണല്ലോ, എന്തായാലും കൊള്ളാം, അപ്പോൾ ഇത്രയും കാലം എല്ലാവരെയും പറ്റിക്കായിരുന്നല്ലേ ഇവരെ, കോടീശ്വരിയാണെന്നും അതുപോലെ തന്നെ എല്ലാം പറഞ്ഞ് പറ്റിക്കായിരുന്നു, ഒരു കൊച്ചിൻ്റെ അമ്മയാണ്, എന്നിട്ട് ആ സുധിയേട്ടനെ പറ്റിച്ച് അവിടെ ആ അമ്മേനെ പറ്റിച്ച് അവിടെ ജീവിക്കുന്നത്, ശരിയാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ ഉള്ള ഒരു സ്റ്റാഫിനോട് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ, അയ്യോ എന്താ മേഡം ഒന്നും വന്നിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ പെട്ടെന്ന് എനിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്, അവിടെ ഞാൻ പോവുകയാണ്, പിന്നെ ഞാൻ സമയം പോലെ വന്ന് ടച്ചപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ പോവുകയാണ് കേട്ടോ. ശേഷം നേരെ ശ്രീകാന്തിൻ്റെ അടുക്കിലേക്കായിരിക്കും ചെല്ലുന്നത്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് കേട്ടോ, ശ്രുതിയല്ല വർഷ, എന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയാണ്, മേഡത്തിൻ്റെ അനിയത്തി ഇപ്പോൾ ഇവിടെ വന്നിരുന്നു, അനിയത്തിയോ, മേഡത്തിൻ്റെ അനിയൻ്റെ വൈഫ്, എന്നിട്ട് എന്തിയെ പോയെന്നോ, അതെന്താ ആ സ്റ്റുഡിയോയിൽ നിന്ന് എന്തോ കോള് വന്നു എന്ന് പറഞ്ഞിട്ട് പോയതാ എന്നൊക്കെ പറയാൻ കേട്ടോ. എൻ്റെ ഈശ്വര, എൻ്റെ അമ്മേനെ കാണാൻ നന്നായി, അല്ലെങ്കിൽ പിന്നെ അത് മതിയായിരുന്നു, എൻ്റെ അമ്മ എൻ്റെ ജീവൻ തൊലക്കില്ല, അമ്മയെന്ന് പോയിക്കഴിഞ്ഞാൽ സമയം പോലെ വന്നേക്കാം, കുഞ്ഞിനോടൊന്ന് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പിന്നെ പോകുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് ശ്രീകാന്തിനോട് ചെന്ന് കാര്യങ്ങളൊക്കെ വർഷം ഇങ്ങനെ പറയുകയാണേ, എൻ്റെ ഏട്ടാ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു, ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ഓർത്തിന് വല്ല റോങ് നമ്പറും ആണോ, അല്ലെ എനിക്ക് തെറ്റിപ്പോയതാണോ, അല്ലെ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ ഒക്കെ ഞാൻ ചിന്തിച്ചു, പക്ഷേ ഇന്ന് ഞാൻ പാർലറിൽ വെച്ച് നേരിട്ട് ഞാൻ കണ്ടു, ശ്രീകാന്ത് നിനക്കറിയോ, അവരൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, എന്നിട്ടാണ് സുധിയേട്ടനെയും അതുപോലെ തന്നെ നമ്മുടെ അമ്മേനെയൊക്കെ പറ്റിക്കുന്നത്, ഇത് വെറുതെ വിടാൻ പറ്റില്ല, അവരോട് ചോദിക്കുക തന്നെ ചെയ്യണം, ഇനി ഇവരിത് തുടരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ, വേണ്ട അതൊന്നും ഇപ്പോൾ വേണ്ട, ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞാലേ സുധിയേട്ടനും അമ്മയും അറ്റാക്ക് വന്ന് ചാകും, അതുപോലെ പൊക്കി പിടിച്ചല്ലേ അവളെ നടക്കുന്നത്, അവൾ എവിടം വരെ പോകുമെന്ന് നോക്കാം, പിന്നെ സച്ചിയേട്ടനൊക്കെ അറിഞ്ഞുള്ള അവസ്ഥ നിനക്കറിയാമല്ലോ, അവളെ തൂക്കിയെടുത്ത് കിണറ്റിലെറിയും, അതുകൊണ്ട് ഇപ്പോൾ ആരോടും ഒന്നും പറയാൻ പോകണ്ട, ഇതെവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം, പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു ആയുധം ഉള്ളത് നല്ലത് തന്നെയാണ്, നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കാനും ഇത് നമുക്കുതകും, അതുകൊണ്ട് ഇനി ശ്രുതിയുടെ തുള്ളലൊന്നും അവിടെ നടക്കില്ലല്ലോ, അതുകൊണ്ട് നീ ഇതിപ്പോൾ ആരെ അറിയിക്കാൻ പോകണ്ട, സമയമാവട്ടെ എല്ലാം നമുക്ക് പറയാം, എന്തായാലും ഒന്ന് കരുതിയിരുന്നു, അവളുടെ തനിമുഖം അവളുടെ പൊയ്മുഖം നമുക്ക് മുൻപിൽ തെളിഞ്ഞു വന്നില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്.